ഇപ്പൊ എല്ലാരും കൂടെ നമ്മുടെ സോങ്ങിനെ വഴക്കുറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഗു മാസ് എൻട്രി കാണിച്ച് ഡാടാ എന്തുവാടെ ഇവിടെ പ്രശ്നം? രാവിലെ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്തോ അറിയണ്ടേ? അവൻ എങ്ങനെയാ പൈസ കിട്ടുന്നില്ല? അത് ഞാൻ അവന് കൊടുത്ത. എടാ സോങ്, നീ വായ തുറന്ന് സംസാരിച്ചോടായിരുന്നു. അത് എന്റെ എന്നാ വാങ്ങിച്ചെന്ന്. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരെ വിശ്വസിക്കാതെ, ഓഗു നീ ചുമ്മാ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയാതെ നീ എന്തിനാ വെറുതെ അവന് പൈസ കൊടുക്കുന്നത്? എന്നിന് അവന്മാരെല്ലാം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഗുയും, ഓ എന്തുവാടാ അവൻ എന്നോട് സഹായം എന്ന് പറഞ്ഞ അടുത്ത് വന്ന്. പിന്നെ ഞാനൊരു നല്ലവനല്ലേ, അതുകൊണ്ട് എന്റെ അച്ഛന്റെ പൈസയൊക്കെ വാങ്ങിച്ച് അവന് കൊടുത്ത്. നീ വേണേ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ എനിക്കെന്തോ ഇപ്പം. എന്നിനെ നമ്മുടെ സിയെ പിടിച്ച് അടുപ്പിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും ഇറങ്ങിപ്പോടാ എന്നിന് അവന്റെ കൈ പിടിച്ച് മാറ്റിയിടും. അങ്ങനെ ഗു കാരണം നമ്മുടെ സോങ് രക്ഷപ്പെട്ട്. പക്ഷെ ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സി അവനെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. എടാ സോങ്, എനിക്കറിയാം ഗു നിനക്ക് പൈസ ഒന്നും കാണത്തില്ലെന്ന്. കാരണം നിനക്ക് അവന്റെ സഹായം വേണമെങ്കിൽ നീ ആദ്യം എന്നോട് ചോദിക്കും. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നീ തന്നെ സത്യം പറ, നിനക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ? എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് നമ്മുടെ സോങ് ഒന്നും പറയാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് അവളും ഇനി ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി നമ്മൾ സോങ്ങും പുറത്തേക്ക് നടക്കുമ്പോഴാണ് അവനെ കെട്ട് ഗുവും, എടാ സോങ് ഇങ്ങ വന്ന് എന്നിന് അവനെ അടുത്തേക്ക് വിളിക്കും. ഇത് കണ്ട് നമ്മൾ സോങ് അടുത്തേക്ക് ചെന്നിട്ട്, അഗു ഇന്ന് രാവിലെ നിന്നെ രക്ഷിച്ചതിന് താങ്ക്സ് എന്നിന് അവനും പറഞ്ഞിട്ട് അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഗുയും, എടാ നിനക്ക് എന്തോ പ്രശ്നം? നിനക്കെന്തിനാ ഇത്രയും പൈസ? ഒരു പക്ഷേ നിനക്കൊല്ലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. നിനക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ അച്ഛൻ്റെ വാങ്ങിച്ചു തരാം. നിനക്കറിയല്ലേ എന്റെ ഫാമിലി റിച്ച്. ഒരു പക്ഷേ നിനക്ക് പൈസ വേണ്ട, എന്തെങ്കിലുമൊക്കെ വലിയ ആൾക്കാരോട് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അതും പറ. എന്റെ അച്ഛനോട് പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്യിപ്പിക്കാം. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സോങ്ങും, ആ കുഴപ്പമില്ല ഗു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചുമ്മാ ജോലി ചെയ്തുണ്ടാക്കി പൈസ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് മനസ്സിലായി ഗുവും, എടാ സോങ് എനിക്കറിയാം നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ നിനക്കത് എന്നോട് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് നീ ഇങ്ങനെ സത്യം മറയ്ക്കുന്നുണ്ട്. സി നല്ലോണം വിഷമിക്കുന്നുണ്ട്. സി വിഷമിച്ചാ ഞാൻ വിഷമിക്കും. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സോങ്ങിന് മനസ്സിലാവാതെ, അവൻ വിഷമിച്ചാ നീ എന്തിനാണോ വിഷമിക്കുന്നത്? എന്നിന് അവൻ ജയിക്കും. ഇത് കേട്ട് അവനും ചിരിച്ചോണ്ട്, അതൊന്നും നീ അറിയണ്ട, നിനക്കൊല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഓക്കെ ബൈ. എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ഷെനിൻ ചേട്ടനും വാക്ക് കൊടുത്ത പോലെ ഇവർ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അച്ഛനായിട്ട് സൂപ്പർ സ്റ്റാറിന്റെ വീട് വരും. അപ്പോഴാണ് ഷെനിൻ ചേട്ടന്റെ അച്ഛനും, സോറി എന്റെ മകന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് നമുക്ക് ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാം. എന്നിന് അദ്ദേഹവും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ട്, എന്തുവാ ഇത്രയും വർഷം എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നു? നിങ്ങൾക്ക് എന്തൊരു മനുഷ്യരാണ്? എന്നതിന് നമ്മൾ ഷെനിന്റെ ഫാമിലിക്കെതിരെ കുറെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. ഇതേ കേട്ട് നമ്മൾ ഷെനിൻ ചേട്ടൻ സഹിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവസാനം സൂപ്പർ സ്റ്റാറിന്റെ അച്ഛനും, ഓക്കെ നിങ്ങൾക്ക് എന്റെ മകളെ വേണ്ടെങ്കിൽ എങ്കിൽ പിന്നെ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്താ കാര്യം? ആദ്യം പുറത്തിറങ്ങ്. എന്നിന് അവർക്കൊരു വിലയും കൊടുക്കാതെ പുറത്തിറക്കുമ്പോഴാണ് നമ്മൾ സൂപ്പർ സ്റ്റാറും അവരെ വാതിലേറെ പറഞ്ഞേക്കാൻ വരുന്നത്. ഇത് കണ്ട് വീണ്ടും അവളുടെ അച്ഛൻ ദേഷ്യം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഷെന്നിൻ ചേട്ടൻ ദേഷ്യപ്പെട്ട് അയാളൊരു നോട്ടം നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് സൂപ്പർ സ്റ്റാറും അവളുടെ അച്ഛന്റെ ശല്യം ഒന്നും സഹിക്കാൻ പറ്റാതെ മേലെ റൂമിനെ തോന്നുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഷെന്നിൻ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട്, ക്യൂമാൻഡിൻ ഞാൻ പോയതിനു ശേഷം നിന്റെ അച്ഛൻ നിന്നെ വല്ലതും പറഞ്ഞു? എന്നിന് ഇപ്പോഴും അവളെ കുറിച്ച് കെയർ ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും, ഓ അയാൾ പറഞ്ഞോണ്ടിരിക്കും, അതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. പിന്നെ അവിടെ എന്തോ ഇത്ര ശബ്ദം, നീ എവിടാ? എന്നിന് അവളെ വയ്ക്കുമ്പോഴാണ് ഷെന്നിൻ ചേട്ടനും, ഓ അതോ ഞാനിപ്പം ബാറില്ല. എന്നിന് അവന് അവളെ കിട്ടാത്ത വിഷമത്തിൽ ഡ്രിങ്ക്സ് അടിക്കുമ്പോഴാണ് ഇത് തെറ്റാക്കി മനസ്സിലാക്കി നമ്മുടെ സൂപ്പർ സ്റ്റാറും, ഓ നീ കില്ലാടെ ആണല്ലോടാ, ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയത് എന്നെക്കാളും നിനക്ക് ആ സന്തോഷം തോന്നല്ലേ, അതാ ബാറിൽ പോയി അങ്ങ് എൻജോയ് ചെയ്യല്ലേ? എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് നമ്മൾ ഷെന്നിൻ ചേട്ടൻ ചെറുതായിട്ട് സ്മൈൽ ചെയ്തിട്ട്, ആ അങ്ങനെ തന്നെ വെച്ചോ, എങ്കിൽ ശരി നീ നിന്റെ ഹെൽത്തിനെ നോക്കിയോ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എന്നിനെ ഷെന്നിൻ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇമോഷണലായി ദേഷ്യത്തിൽ അവിടെ സാധനങ്ങൾക്ക് വലിച്ചു വാരി എറിയും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസമായി നമ്മുടെ സോങ് ക്യാൻറ്റീൻ വെച്ച് സിയോട് നോട്ട്സ് വയ്ക്കുമ്പോഴാണ് അവൻ ഇവളോട് സത്യം പറയത്തുണ്ട്. നമ്മുടെ സോങ്ങിനോട് നേരെ സംസാരിക്കാതെ, ഇല്ലാടെ സോങ് ഞാൻ നിനക്ക് നോട്ട്സ് തരത്തില്ല, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ക്ലാസ് കട്ട് ചെയ്യാൻ? പോരാത്തിന് എന്റെ നോട്ട്സ് ഞാൻ ഷെന്നിന്റെ കൊടുക്കാൻ പോവാ. എന്നിട്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് ഗുവും വന്ന് നമ്മുടെ സീയുടെ അടുത്തേക്ക് ഇരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ആയിട്ട് നമ്മുടെ ഷെൻ വന്ന് ആ സ്ഥലത്തേക്ക് ഇരിക്കും. ഇത് കണ്ടോടെ ഗുവും ദേഷ്യപ്പെട്ട്, എടാ എഴുന്നേക്കടാ ഇതെന്റെ സ്ഥലം. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് നമ്മുടെ ഷെന്നും, ആണോ സി നിന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്ന വല്ലതും കുഴപ്പമുണ്ടോ? എന്നിന് അവനും ചോദിക്കുമ്പോ സിയും, എനിക്കൊന്നും കുഴപ്പമില്ല. എന്നിന് അവൾ പറയും. ഇത് കേട്ടതോടെ നമ്മുടെ ഗുവും ദേഷ്യപ്പെട്ട് സോങ്ങിന്റെ തല അടിച്ചിട്ട്, എടാ അങ്ങോട്ട് മാറിയിരിക്കടാ. എന്നിന് അവന് സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഷെന്നും, ഗൈസ് നിങ്ങൾ എന്തോ സംസാരിച്ചോണ്ടിരുന്നത്? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് സോങ്ങും, എടാ അതൊന്നും അല്ലടാ, ഞാൻ സിയോട് കുറച്ച് നോട്ട്സ് ചോദിച്ചു, പക്ഷെ അവള് പറഞ്ഞ് ഞാൻ ക്ലാസ് കട്ട് ചെയ്തോണ്ട് തരത്തില്ലെന്ന്, നീ ഒന്ന് അവളോട് പറഞ്ഞു നോക്കോ? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും നമ്മുടെ സിയെ സപ്പോർട്ട് ചെയ്ത്, എടാ സോങ് നിന്നോട് ആരും പറഞ്ഞ ക്ലാസ് കട്ട് ചെയ്യാൻ? നമ്മുടെ സി പറഞ്ഞ കറക്റ്റാ, അവള് നിനക്ക് നോട്ട്സ് തരത്തില്ല, കാരണം എനിക്ക് ആ നോട്ട്സിന്റെ ആവശ്യമുണ്ട്. എന്നിന് ഇവരെല്ലാം ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്ന നമ്മുടെ ഗു മാത്രം ദേഷ്യപ്പെട്ട് വെക്കും. അപ്പനാണ് നമ്മുടെ ജിന്നു സിയോട്, എടാ ആ കൊരങ്ങൻ ലീവ് വരുന്നു. എന്നിന് അവൻ റിയാക്ഷൻ കൊടുക്കും. ഇത് കണ്ടതോടെ നമ്മുടെ സിയും അവൻ തെന്നടിച്ച് വീഴാൻ വേണ്ടി കാലടക്കി വെക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് മറിഞ്ഞു നിന്നിട്ട് ദേഷ്യത്തിങ്ങനെ ചാടി, എടാ ആരാടാ? എന്നിന് അവന് ശബ്ദം ഉണ്ടാക്കി വരുമ്പോ തന്നെ നമ്മുടെ ഷെൻ തുറിച്ചൊരു നോട്ടം നോക്കും. ഇതും കണ്ട് അവനും പേടിച്ച് ഇങ്ങോട്ട് തിരിയുമ്പം നമ്മുടെ ഗുവും ദേഷ്യപ്പെട്ട് അവന് നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും, ഓ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നിന്നെ ഞാൻ പിന്നെ വച്ചോളാടാ. എന്നിനെ സിയെ നോക്കി ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോവും. അതേസമയം ഇതേ കണ്ട് നമ്മുടെ സോങ്ങും, എടാ സി നീയാണോ അവനെ മറിച്ചിട്ട്? എന്നിന് അവൻ ചോദിക്കുമ്പോൾ
അവളും ആ ഞാൻ അതിനിപ്പോ എന്തുവാ ഏതിന് അവളും ധൈര്യത്തോടെ സംസാരിക്കുമ്പോഴാണ് ഇതേ കാണുന്ന നമ്മുടെ ഗൂന് ഷെന്നിനും സന്തോഷമാകും. അതിനുശേഷം സീയും പുറത്ത് നിന്ന് അവളുടെ തുണിയൊക്കെ കഴിവിട്ടോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം മേളിരുന്ന് റോക്കറ്റ് ഇങ്ങനെ പറന്നിരുന്നത്. ഇത് കണ്ട് സിയെ സന്തോഷപ്പെട്ട് ആഹാ ഇതാരും അറിയുന്നത് എന്നിന് അവളും നോക്കുമ്പോഴാണ് മുകളിൽ ഇരുന്ന് നമ്മുടെ ഗു ഇങ്ങനെ റോക്കറ്റ് ഇട്ടോണ്ടിരിക്കും. ഇതും കണ്ട് അവൾ ഒരു റോക്കറ്റ് എടുത്ത് തുറന്നു നോക്കുമ്പോഴാണ് ഇവള് ഷെന്നിന് വേണ്ടി കൊടുക്കായിരുന്ന ആ ബുക്കിൽ നിന്ന് കീറിയ പേപ്പറാണ് അതൊക്കെ. ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് എടാ ഗു ഞാൻ നിന്നെ കൊല്ലാ വിടത്തില്ലടാ എന്നിന് അവളും ദേഷ്യപ്പെട്ടിട്ട് ഓരോ പേപ്പർ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു തെറ്റെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് താഴേക്ക് വന്നിട്ട് സി എന്നെ ക്ഷമിച്ചേക്കണേ, ഞാൻ അറിയാതെ നിന്റെ നോട്ട്സ് കീറി റോക്കറ്റ് ഉണ്ടായി കളിച്ച്. ഇത് നീ ഷെന്നിന് കൊടുക്കാന്ന് വാക്ക് കൊടുത്തല്ലേ, സോറിയെ, അതിങ്ങോട്ട് ഞാൻ തന്നെ ക്ലീൻ ആക്കി തരാം എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് സിയും ഒരു പക്ഷെ ഇവന്റെ മനസ്സോറിയെന്ന് പറഞ്ഞ് അവൾ എല്ലാ പേപ്പർ എടുത്ത് നമ്മുടെ കൂടെ കൊടുക്കും. അപ്പോഴാണ് അവനും ഓക്കെ എല്ലാ പേപ്പർ ആയല്ലേ എങ്കിൽ ശരി എന്നിന് അവനും പെട്ടെന്ന് എല്ലാ പേപ്പർ ചുരുട്ടി കളഞ്ഞ് ദൂരേക്ക് എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം കൂടി പോകും. ഇതും കണ്ട് അവളും ദേഷ്യപ്പെട്ട് അവനിട്ട് ഓടിച്ചോണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ സിയും കഷ്ടപ്പെട്ട് ഒന്ന് രണ്ടും പേപ്പറൊക്കെ എടുത്ത് നമ്മുടെ ഷെന്നിനെ കാണാൻ വേണ്ടി പതുക്കെ വരും. എന്നിട്ട് അവളും പറയും ഷെൻ നീ ക്ഷമിച്ചേക്കണം, അഗുവിന്റെ നോട്ട്സ് എല്ലാം കൊളവാക്കി, ഞാൻ തപ്പി കണ്ടുപിടിച്ച് കുറച്ച് നോട്ട്സ് ഒപ്പിച്ചിട്ടുണ്ട്, ഇത് മതിയോ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും സി നീ എനിക്ക് വാക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറ്റിക്കാവോ, എങ്കിൽ ശരി നീ ആദ്യം ഡോർ ലോക്ക് ചെയ്തിട്ട് എന്റെ മുറിവിനകത്ത് കുറച്ച് ഓയിൽമെന്റ് ഇട്ട് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് സി ആ ഡോർ ലോക്ക് ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളും ചോദിക്കും ഷെൻ നിന്റെ ബാക്കി ഒരു ചെറിയ മുറിവല്ലേ ഉള്ളു, അതുകൊണ്ടെന്ന് വെച്ച് നിന്റെ സൗന്ദര്യമൊന്നും പോകത്തില്ലല്ലേ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും ഓ സി അതിനല്ല, ഒരു പക്ഷെ എന്റെ ഫ്യൂച്ചർ വൈഫിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ എല്ലാം പക്ക ക്ലീൻ ആയിട്ട് വെക്കാൻ വിചാരിച്ചു എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ഓ ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയല്ലേ എന്നിന് അവളും കളിയാക്കിയിട്ട് അവൻ ഓയിൽമെന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നും പെട്ടെന്ന് അഭിനസി ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ നിന്റെ അനിയത്തിയെ കണ്ടായിരുന്നു, അവളെ കാണാൻ എന്തൊരു ലുക്കാ, പക്ഷെ എന്തുവാ അവള് കുറച്ച് ഷൈ ടൈപ്പാന്നാ തോന്നുന്നത് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ഓ ഓ അങ്ങനെ എന്റെ അനിയത്തി കുറച്ച് ഷൈ ടൈപ്പാ എന്നിന് അവളും ചെറിയ ടെൻഷനിൽ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ ഷെന്നും അഭിനസി നിന്റെ അനിയത്തിക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും പെട്ടെന്ന് ബോയ് ഫ്രണ്ടോ അവക്കില്ലെന്നാ തോന്നുന്നത്, നീ എന്തിനാ ചോദിച്ചേ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓ അതൊന്നുമില്ല എനിക്ക് നിന്റെ അനിയത്തിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട്, എന്തായാലും അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്ത നല്ലതായി, കാരണം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ എന്നിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് നമ്മുടെ സി ഷോക്കായിരിക്കും. ഇതോടെ നമ്മൾ ഷെന്നും വിടാതെ എന്തുവാ സി ഒരു അനക്കമില്ലല്ലേ, ഒരുപക്ഷെ ഞാൻ നിന്റെ അനിയത്തിയോട് പ്രൊപ്പോസ് ചെയ്താ അവൾ യെസ് പറയുവോ നോ പറയുവോ എന്നിന് അവനും തിരിച്ചോണ്ട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ടിട്ട് അവളും ടെൻഷനായി അതെങ്ങനെയാ ഷെൻ എനിക്കറിയാന്ന്, അത് അവളുടെ ആഗ്രഹമല്ലേ എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് തെറ്റായ സമയത്ത് നമ്മുടെ ജിൻ അകത്തേക്ക് കയറിയിരുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഷെന്നും ഇറങ്ങി പോടാ എന്നിന് അവരൊരു ദേഷ്യത്തിൽ ലുക്ക് കൊടുക്കും. ഇത് മനസ്സിലാക്കി നമ്മുടെ ജിൻ സമാധാനത്തെ അവനും പുറത്തുപോയിട്ട് ജിൻ പേടിക്കണ്ട നീ അകത്തൊന്നും കണ്ടില്ല, അവിടെ നീ തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല എന്നിന് അവൻ തന്നെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ അന്ന് രാത്രി നമ്മുടെ സി ഗു പിന്നെ ചോക്ലേറ്റ് ബോയും കൂടെ നമ്മുടെ സോങ് രാത്രി എവിടെ പോവാന്ന് അറിയാൻ വേണ്ടി അവനിങ്ങനെ ഫോളോ ചെയ്ത് പോകും. കാരണം എത്ര ചോദിച്ചാലും നമ്മുടെ സോങ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അവൻ പറയത്തില്ല. അതുകൊണ്ട് ഇന്നത് അറിഞ്ഞ് തീരത്തോളം പറഞ്ഞ് ഇവർ മൂന്നരും കൂടെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ സോങ് ഇല്ലീഗലായിട്ട് ബോക്സിംഗ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നത്, അതായത് ബെറ്റ് മാച്ച്. ഒരുപക്ഷെ മിലിറ്ററി അക്കാഡമി നമ്മുടെ സോങ് ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞാൽ തന്നെ അവൻ അക്കാഡമിയിൽ നിന്ന് പുറത്താക്കും, കാരണം ഇത് ഇല്ലീഗലാണ്. അങ്ങനെ ഇവർ മൂന്നരും കൂടെ നമ്മുടെ സോങ് എന്തിനാ ഇതിനകത്ത് കയറി നോക്കുമ്പോൾ ഇവരൊട്ട് വിചാരിക്കാത്ത പോലെ നമ്മുടെ സോങ് അകത്ത് കയറി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമ്മൾ പാവമായിട്ട് കണ്ട സോങ് അല്ല അത്, അവന്റെ ഒപ്പോണന്റിനെ അടിച്ച് മാസാക്കി ഒരു ടെറർ ലുക്കി അവനോട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് ഇവർ മൂന്നൊരു ഷോക്കായി ഇത് നമ്മുടെ സോങ് തന്നെയാണോ എന്നിന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സോങ് ആ മാച്ച് ജയിച്ചതിന് ശേഷം ഇവർ മൂന്നരും കണ്ടിട്ട് അവസാനം അവൻ സൈലന്റ് ആയിട്ട് തലയും കുണിച്ചിങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അവന്മാരും എടാ സോങ് നീ എന്തിനാ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ബോക്സിങ്ങിനൊക്കെ വരുന്നത്, നിനക്ക് അത്രയ്ക്കും കാശിന്റെ ആവശ്യം എന്തുവാ എന്നിന് ഇവെല്ലാം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും പറയുന്നത് അത് ഞാനിവിടെ ജോലിയുള്ള കാരണം എന്റെ അനിയൻ ജയിലിൽ കിടക്കുക, അവന് പുറത്തിറക്കാൻ വേണ്ടി എനിക്ക് പൈസ ആവശ്യപ്പെട്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഓണറിന്റെ കാലും കൈയും പിടിച്ച് എങ്ങനെയൊക്കെ ഇവിടെ ജോലി ചെയ്ത് എന്റെ അനിയനെ പുറത്തിറക്കി എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ ഗുവും എങ്കിൽ ശരി നിന്റെ അനിയനെ പുറത്തിറക്കാൻ വേണ്ടി നിനക്ക് എത്ര ആവശ്യപ്പെട്ട എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് സോങ്ങും അതൊരു 10,000 എന്നിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് നമ്മുടെ ഗുവും ദേഷ്യപ്പെട്ട് എടാ മണ്ട ആ 10,000 എന്നോട് ചോദിച്ചാൽ പറ്റായിരുന്നോ, വെറുതെ എന്തിനാണ് ഇവിടെ നീ ജോലിക്ക് കയറിയ എന്നിന് അവനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. കാരണം നമ്മുടെ സോങ് ഇവിടെ 2 വർഷം ബോക്സറായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഓണർ ഒരു കോൺട്രാക്ട് ചെയ്ത് കാണും. അങ്ങനെ അത് ഓർത്ത് ഇവെല്ലാം ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഗുവും എടാ സോങ് ഈ പ്രശ്നം നീ എന്റെ അടുത്ത് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം എന്നിന് അവന്റെ പവർ യൂസ് ചെയ്ത് പോലീസുകാരെല്ലാം വിളിച്ച് ഇവിടെ ഇല്ലീഗലായിട്ട് ബോക്സിംഗ് നടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് പോലീസുകാരെ കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരും എന്തുവാ സാറേ നിങ്ങൾക്ക് തരാനുള്ള പൈസ തന്നിട്ടല്ലേ ഇവിടെ ഇല്ലീഗലായിട്ട് നടത്തുന്നത്, പിന്നെന്തുവാ നിങ്ങൾക്ക് ഇവിടെ കാര്യം എന്നിന് അവന്മാരും ചോദിക്കുമ്പം ഇതൊന്നും ആ പോലീസുകാരും കേൾക്കാതെ ഈ സ്ഥലം മൊത്തം അടച്ചിട്ട് സീൽ വയ്ക്കും. അതിനെ ഷീക്കാർ അറിഞ്ഞ് ആ ബോക്സിംഗ് ക്ലബിൽ ഓണറും നേരിട്ട് നമ്മുടെ ഗൂനെ കാണാൻ വരും. അപ്പനാണ് അവനും എടോ നിങ്ങളുടെ ബോക്സിംഗ് ക്ലബ് അടച്ചിടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ എന്റെ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 2 വർഷം നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന്. അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോലീസ് റിപ്പോർട്ട് പിൻവലിച്ചേക്കാം. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട അയാളും ആണോ മോനെ, എങ്കിൽ പിന്നെ ആ പയ്യനൊന്ന് നേരിട്ട് വരാൻ പറ, ഞാൻ അവനായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നിന്നെ സോങ്ങിന് വിളിക്കുമ്പോഴാണ് നമ്മുടെ സോങ് അവിടെ വരുന്നത്. ഇത് കണ്ട ഓണറും എടാ സോങ്, നിന്റെ അനിയന് ജയിലിൽ നിന്ന് പുറത്തെടുക്കണം പറഞ്ഞ് എന്റെ കാലും കൈയും പിടിച്ചല്ലാണ് നീ പൈസ വാങ്ങിച്ച, അതിന് പകരം 2 വർഷം എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് കോൺട്രാക്ട് ചെയ്ത്, എന്നിട്ട് നീ ഇങ്ങനെ വാക്ക് മാറാവോ? എന്നിന് അയാളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഗൂൻ ദേഷ്യപ്പെടിച്ചാടുമ്പം അയാളും ഗൂനോട് മോനെ നീ ഒരു സെക്കൻഡ് സൈലന്റ് ആയിട്ടി, ഞങ്ങളുടെ ബോക്സിംഗ് ക്ലബിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഒരുപക്ഷെ ഇവൻ ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവൻ പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ 2 വർഷം കോൺട്രാക്ടിന് പകരം ഒരൊറ്റ മാച്ച് അവൻ ഞങ്ങളുടെ ക്ലബ് വെച്ച് കളിക്കണം. അതായത് ലൈഫ് ഓർ ഡെഡ് മാച്ച്, ജീവൻ മരണം പോരാട്ടം. ഒരുപക്ഷെ അവൻ ജീവനോടുണ്ട്, നിങ്ങൾ മിലിറ്ററി സ്കൂളിൽ വിളിച്ചോണ്ടിരിക്കോ? എന്നിന് അയാളും പറയുമ്പം ഇത് കേട്ട് നമ്മുടെ ഗു കട്ട ദേഷ്യത്തിൽ വഴക്കുണ്ടാക്കാൻ വരും. അപ്പോഴാണ് നമ്മുടെ സോങ് തടഞ്ഞിട്ട് എടാ ഗു സമാധാനപ്പെട് സാർ, നിങ്ങൾ കാരണം എന്റെ അനിയനെ ജയിലിൽ നിന്ന് പുറത്താക്കിയ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ആ ഡെത്ത് ഓർ ലൈഫ് മാച്ച് ഞാൻ കളിക്കാം, അതെന്താന്ന് പറ. എന്നിന് അവന് അഗ്രിമെന്റ് സമ്മതിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഗു ദേഷ്യപ്പെട്ടിരിക്കും. അപ്പോഴാണ് അയാളും എങ്കിൽ ശരി സോങ്, ഈ ബുധനാഴ്ച നമുക്ക് മാച്ച് വെച്ചേക്കാം, ഇനിയിപ്പോ നമുക്ക് സ്റ്റേജ് വെച്ച് കാണാം. എന്നിന് അയാളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനെ ഷീക്കാരി അറിഞ്ഞ് അവരെല്ലാരും കൂടെ എടാ സോങ് നീ എന്ത് കാര്യോടെ ചെയ്തേക്കുന്നത്, ഡെത്ത് ഓർ ലൈഫ് മാച്ചോ? എന്നിന് അവരെല്ലാം ഷോക്കാകുമ്പം നമ്മുടെ സിയും എടകു നീയല്ലേ പറഞ്ഞെല്ലാം നോക്കിക്കോളാന്ന്, പിന്നെങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ച? എന്നിന് അവള് വയ്ക്കുമ്പോൾ അവനും ദേഷ്യപ്പെട്ട് ആ ഞാനെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, ഇവനെ ആരെ ചുമ്മാതെ ഡെത്ത് ഓർ ലൈഫ് മാച്ചിന് ഞാൻ സമ്മതാ സാറേ എന്നിന് അയാളോടൊക്കെ പോയി പറയാൻ പറഞ്ഞ. എന്നിന് അവനും ചൂടാകുമ്പോ സിയും എടാ സോങ് നീ വിചാരിക്കുന്ന പോലെ അവന്മാർ സാധാരണ ആൾക്കാരൊന്നുമില്ല, അവന്മാരൊക്കെ മോശമായ വ്യക്തികളാണ്, അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കാൻ നമ്മുടെ ഗുവ കറക്റ്റ് ആയ ആള്. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും എന്തുവാ സി ഞാൻ കേട്ടില്ല, അപ്പൊ നീ ഉദ്ദേശിച്ചത് ഞാൻ അവരെ പോലെ മോശമായ വ്യക്തി എന്നാണ്? എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളിങ്ങനെ കളിയാക്കും. അപ്പോഴാണ് ഷെന്നും എടാ സോങ് നീ ആ മത്സരത്തിൽ പോകാൻ റെഡിയാണോ? എന്നിന് അവനും ചോദിക്കുമ്പോൾ സോങ്ങും ആ എന്നെ കൊണ്ട് പറ്റും. എന്നിന് അവനും പറയും ഇത് കേട്ട് ഗുവും എന്തുവാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഈ കാര്യം ഞാൻ നോക്കാന്നല്ല പറഞ്ഞ, വീണ്ടും വീണ്ടും മത്സരത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ പോയാ എന്റെ കുടുംബത്തിന് മാനം പോത്തില്ല. എന്നിന് അവനും പറയുമ്പോൾ ഷെന്നും ചോദിക്കും എടാ ഗു നിന്റെ കുടുംബത്തിന് മാനമൊക്കെ ഉണ്ടോ? എന്നിന് അവൻ പറഞ്ഞോടെ നമ്മുടെ ഗുവും ഓക്കെ ഞാൻ ഇനൊന്നും പറയുന്നില്ല. എന്നിന് അവന് സൈലന്റ് ആകും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഒരു തീരുമാനം എടുക്കും. എടാ സോങ് എന്തായാലും നീ ഇങ്ങനെ പോയി ഫൈറ്റ് ചെയ്താൽ നിന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നാളെ തൊട്ട് നിനക്ക് കട്ട ട്രെയിനിങ്. എന്നിന് അടുത്ത ദിവസം തൊട്ട് നമ്മുടെ സോങ് എഴുന്നേക്കിന് മുമ്പേ ഇവരെല്ലാരും കൂടെ അവന്റെ റൂമിൽ ചെന്ന് നിൽക്കും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് ഇനി എനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലായി. എന്നിന് അവനും വിചാരിച്ചോണ്ട് യുവമാര് തരുന്ന എല്ലാ ട്രെയിനിങ്ങും അവന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ വർക്കൗട്ട് നമ്മുടെ സോങ്ങിന് കൊടുത്തിട്ട് അടുത്ത ദിവസം അവന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകാൻ പറയും. അപ്പോഴാണ് നമ്മുടെ സോങ്ങും പക്ക റെഡി ആയിട്ട് എടാ ഷൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണ്ട കമോൺ. എന്നിന് അവനും പോസ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഷൻ ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്യുന്നത്. ഇത് കണ്ട അവനും എന്തിനാണ് ചിരിക്കുന്നത്? എന്നിന് സോങ് നോക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നല്ല ഫൈറ്റ് ചെയ്യുന്നത്. അവൻ കുറെ ജിമ്മന്മാരിങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഗായ്സ് ഇവൻ അടിച്ച് തീർത്തേക്ക് എന്നിനെ ഷെന്നും പറഞ്ഞോടെ ഇത് കേട്ട് സോങ് മൊത്തത്തിൽ ഷോക്കായി പോകും. അങ്ങനെ പ്രാക്ടീസോടെ പ്രാക്ടീസ് കൊടുത്ത് അവസാനം നമ്മുടെ ഗുവാനെ കണ്ടിട്ട് ആ കൊള്ളാടാ നിന്റെ പ്രാക്ടീസ് ഒക്കെ മതി എന്നിന് അവരെല്ലാം കൂടെ അവനെ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ സിയും പുറത്ത് നിന്ന് തുണിയൊക്കെ കഴിവിട്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷെൻ അടുത്തേക്ക് വന്നിട്ട് ആ സി എനിക്ക് സഹായം ചെയ്യോ, ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി ലീവ് പറഞ്ഞേക്കോ, ഞാൻ പുറത്തു പോവാ. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് സിയും എവിടെ പോന്നു ഷെൻ എന്നിന് അവള് ചോദിക്കും. അപ്പോഴാണ് അവനും അതോ ഞാൻ നിന്റെ അനിയത്തെ കാണാൻ പോവാ, ഓക്കെ ബൈ. എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായിട്ട് എന്റെ അനിയത്തെ കാണാനോ വിട്ടോടാ. എന്നിനെ ഫുൾ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ജാന്റെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്നത് നമ്മുടെ ഷെന്നും അവനും അറിയാത്ത പോലെ അയ്യോ നീ എന്ത് ഇവിടെ ചെയ്യുന്നത് എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ ഷെൻ ഞാൻ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ പോവാ. എന്നിന് അവൾ പറയുമ്പോൾ നമ്മുടെ ഷെന്നും ആണോ ഞാൻ അവിടേക്ക് പോവാ. എന്നിന് അവളെ പിടിച്ച് കാറി ഇരുത്തിയിട്ട് നമ്മുടെ ഷെന്നും പറയും പിന്നെ സി ബുക്ക് സ്റ്റോളിലൊക്കെ പിന്നെ പോവാം, ഞാനിപ്പം ഒരു ഡ്രാമ കാണാൻ പോവാ, നീ എൻ്റെ കൂടെ വരുന്നോ? എന്നിന് അവളെയും വിളിച്ചോണ്ട് ഡ്രാമ കാണാൻ വേണ്ടി പോകും. പക്ഷെ ആ സ്ഥലത്ത് ആരും കാണത്തില്ല, കാരണം നമ്മുടെ ഷൻ ആ ഫുൾ സ്റ്റേജ് തന്നെ ബുക്ക് ചെയ്ത് കാണും. അങ്ങനെ അവൻ ക്ലാപ്പ് അടിച്ചോടെ ആ ഡ്രാമ സ്റ്റാർട്ട് ആകും. അങ്ങനെ സി ആ ഡ്രാമ കണ്ടോണ്ടിരിക്കുമ്പോൾ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ സിയെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ സോങ്ങും സിയുടെ അനിയത്തെ കാണാൻ വേണ്ടി അവിടെ വരുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഷെന്നും സിയും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് നമ്മുടെ സോങ് ഒന്നും പറയാതെ അവൻ ചെറുതായിട്ട് അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് വീണ്ടും ആൻവശം തിരിച്ച് മിലിറ്ററി സ്കൂളിലേക്ക് നമ്മുടെ സി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു ബാക്കി ലീവ് വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് സിയുടെ അടുത്തേക്ക് ചെന്ന് സി എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ബാക്കി ലീവ് വരുന്ന കണ്ടില്ല അവനിട്ടൊരു പണി കൊടുക്കണം. എന്നിന് ഇവരുടെ ഒരു പക്കാ പ്ലാൻ ചെയ്ത് നമ്മുടെ ലീ അടുത്തേക്ക് വരുന്നിട്ട് പറയും ആ സി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല നീ എല്ലാരും കാണത്തക്ക രീതിയിൽ ആ സാധനങ്ങളൊന്നും റൂമിൽ വെക്കില്ലെന്ന്, കമാൻഡർ ഉണ്ട് എന്താവും. എന്നിന് അവനും പറയുമ്പോൾ സിയും ആ സോറി ഗു ഞാൻ അതൊക്കെ എടുത്ത് നാളെ തന്നെ കളഞ്ഞോളാം. എന്നിന് ഇവരുണ്ടേരും നമ്മുടെ ലീ കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ലീയും ഓ ഇപ്പൊ റൂമിനകത്ത് എന്തോ ഉണ്ടല്ലേ വരാടാ ഞാൻ. എന്നിന് രാത്രി ആരും അറിയാതെ നമ്മുടെ ലീ അവരുടെ റൂമിലേക്ക് ഇങ്ങനെ പതുങ്ങി പോകും. എന്നിട്ട് അവന് സീയുടെ റൂമിൽ ചെന്ന് അങ്ങനെ എന്തു സാധനം അവൾ ഒളിച്ചെന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് നമ്മുടെ ഗു അവനിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. കാരണം ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് മിലിറ്ററി അക്കാഡമിയിൽ രാത്രി സമയത്ത് എല്ലാവരുടെ പൈസയും ആരാണ്ട് കട്ടണ്ടോയി കാണും, അത് വേറെ ആരുമല്ല നമ്മുടെ ലീ ആണ്. എന്നാൽ ആ കാരണം വെച്ച് നമ്മുടെ സീയുടെ റൂം അവനെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഇവരെ കണ്ട് അവനും പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിയും പറയും എടാ ലീ എനിക്ക് നിന്നോട് ഒരു പ്രശ്നമില്ല, നീ വെറുതെ എന്തിനാ എന്റെ റൂമിൽ ഓരോ സാധനം തപ്പുന്നത് എനിക്കറിയത്തില്ല, ഇനി മേലെ എങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിയ ഈ ഫോട്ടോ മിലിറ്ററി അക്കാഡമി മൊത്തത്തിൽ
രാത്രിയിലേക്കാം എന്നിട്ട് അവനെ പേടിപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോഴാണ് നമ്മുടെ ഗു സ്പീഡിയാ വാതിലടയ്ക്കുമ്പം ഈ സൗണ്ട് കേട്ട് എല്ലാരും ഡോർ തുറന്ന് ആരാ അത് എന്നിനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ലീൻ ടോർച്ചും പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ടാവുമ്പോ എല്ലാം എടാ മരമണ്ട, രാത്രി സമയത്താണ് ഇങ്ങനെ വലിച്ച് ഡോർ അടയ്ക്കുന്നത്, പോയി കടക്കടാ എന്നിന് അവനെ വഴക്കുറയുന്നത് കേട്ട് ഇവരുടെ അകത്തിനും ചിരിച്ചോണ്ടിരിക്കും. അതേസമയം അന്ന് രാത്രി തന്നെ നമ്മുടെ സോങ് മാത്രം കുറെ ഇങ്ങനെ അലയിച്ചോണ്ടിരിക്കും. കാരണം നാളെയാണ് ഡെത്ത് ഓർ ലൈഫ് മാച്ച്. ഒരു പക്ഷേ ഇവന്റെ ഫ്രണ്ട്സിനും കൂടെ അവിടെ വിളിച്ചോണ്ടുപോയാൽ അവർക്കും പ്രശ്നവരെന്ന് പറഞ്ഞ് നമ്മുടെ സോങ് രാത്രിയോടെ രാത്രി ഒറ്റയ്ക്ക് അവിടെ പോകാൻ തീരുമാനിക്കും. അങ്ങനെ ഇവന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് 2 കാറ് ഹെഡ്ലൈറ്റ് ഓണാക്കി ഇങ്ങനെ ഫ്രണ്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ സോങ് അവന്റെ നല്ല മനസ്സിന് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നറിഞ്ഞ് ഇവരെല്ലാരും കൂടെ റെഡി ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെ അവനെ കണ്ടവന്മാരും എടാ സോങ് ഞങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് രാത്രിയോടെ അങ്ങ് പോവാന്ന് വിചാരിച്ചല്ലേ, എനിക്കറിയാടാ ഞങ്ങൾക്കൊന്നും പ്രശ്നം വരാതിരിക്കാൻ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു, വന്ന് കാറി കയറി എന്നിങ്ങനെ സോങ്ങിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.